2015 എനിക്ക് ആദ്യമായിട്ട് സാലറി കിട്ടുമ്പോൾ എൻ്റെ ആദ്യത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ 35,000 രൂപയായിരുന്നു. ഈ 35,000 രൂപയിൽ 20,000 രൂപ എൻ്റെ ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിൽ 15,000 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ മാസവും കഴിഞ്ഞു. അപ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 10-50,000 രൂപയുടെ അടുത്ത് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവണം അല്ലേ? പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അക്കൗണ്ടിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ ഈ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പൈസ എടുത്തിട്ട് കുറേ ഐറ്റംസ് വാങ്ങാൻ വേണ്ടി തുടങ്ങി. ഗാഡ്ജറ്റുകൾ വാങ്ങാൻ വേണ്ടി, പുതിയ ഡ്രസ്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ട്, ഔട്ടിങ് പോകാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഈ ഒരു സംഭവം വന്നപ്പോൾ അടുത്ത മാസത്തേക്ക് അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ന് മാത്രമല്ല, അടുത്ത മാസത്തെ ശമ്പളത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് കൂടിയായിരുന്നു. ഈ സമയം എനിക്ക് മനസ്സിലായി ഇതൊരു ട്രാപ്പാണ്. കാരണം സാലറീനെ ഓരോ മാസവും ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അടുത്ത മാസം സാലറി വന്നില്ലെങ്കിലോ എന്നുള്ളൊരു പേടി നമ്മുടെ, അല്ലെങ്കിൽ വരാൻ ഡിലേ ആയാലോ എന്നുള്ള പേടി തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളുടെ സഹായം തേടി. അത് എൻ്റെ അച്ഛൻ്റെ തന്നെയാണ്. ഞാൻ അന്ന് അച്ഛനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ എനിക്ക് നൽകിയ ഉപദേശം, അല്ലെങ്കിൽ അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഫിനാൻഷ്യൽ ലൈഫിനെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹായ്, എൻ്റെ പേര് അരുൺ. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ് ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ദ പ്ലാന്റ് ലൈഫ്. ഞാൻ പറഞ്ഞതുപോലെ 2015 എൻ്റെ ആദ്യത്തെ ജോലി കിട്ടിയപ്പോൾ കയ്യിലൊരു 15,000 രൂപ കയ്യിലുണ്ടായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാത്തതുകൊണ്ട് അത് അവിടെ തന്നെ വച്ചു. അങ്ങനെ കുറേ മാസങ്ങൾ, 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ പൈസ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഗാഡ്ജറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടും ഡ്രസ്സുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടും ഔട്ടിങ്ങിനൊക്കെ പോയി, അല്ലെങ്കിൽ ഡൈനിങ്ങിനൊക്കെ പോയിട്ട് പൈസ കളയാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അക്കൗണ്ടിൽ പൈസ നിൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ, അടുത്ത മാസം സാലറിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് വരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഓരോ മാസവും കിട്ടുന്ന ശമ്പളം ഞാൻ ആ മാസം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ കാലവും ഈ സാലറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ പോലും, അതൊരു തരത്തിലുള്ള ട്രാപ്പ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടി ഞാൻ അച്ഛന്റെ അടുത്തേക്കാണ് പോയത്. അപ്പൊ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ആദ്യത്തെ മാസം എന്റെ ശമ്പളം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു 15,000 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്തതുകൊണ്ട് അക്കൗണ്ടിൽ തന്നെ വെച്ചു. പക്ഷെ അത് കയ്യിലുള്ളത് കൊണ്ട് ഞാനത് ചെലവിടുകയാണ്. അപ്പോൾ എന്താ ഇതിനൊരു പോം വഴി എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, കയ്യിൽ പൈസ വെച്ചുകൊണ്ടുവന്നാൽ ചെലവാകും, അത് നമ്മൾ വേറെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. അപ്പൊ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടാണ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഒരു ഐഡിയ അച്ഛൻ അന്ന് എനിക്ക് പറഞ്ഞു തന്നു. ആ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എൻ്റെ ചെലവിനുള്ള പൈസ 20,000 രൂപ മാറ്റി വെച്ച് ബാക്കിയുള്ള 15,000 രൂപ ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ഒരു മാസത്തിലെ ആദ്യത്തെ 5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൈസ പോകുന്ന രീതിയിൽ എൻ്റെ ചെലവിനുള്ള 20,000 രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ തുക എനിക്ക് കാണുന്നുണ്ട്. സന്തോഷം തന്നെ അല്ലേ? പക്ഷെ കുറച്ചുകൂടെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലായി ഈ ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഈ തുക നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ കത്തിയത്. ഇൻ കേസ് ഈ ഇൻവെസ്റ്റ് ചെയ്ത തുകയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ഈ വർദ്ധിക്കുന്ന തുക എന്ന് വെച്ചാൽ എൻ്റെ സാലറിനെക്കാട്ടി കൂടുതലാണ് ഒരു മാസമെങ്കിൽ, അത് ഉപയോഗിച്ച് എനിക്ക് ജീവിച്ചൂടെ? ജോലി ചെയ്യാതെ ജീവിച്ചൂടെ? നല്ല സുഖസുന്ദരമായിട്ടുള്ള ഒരു സ്വപ്നമാണല്ലേ? അപ്പൊ ഈ ഒരു സ്വപ്നമാണ് എന്നെ ആദ്യമായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ എന്താ ഈ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നോക്കി എത്ര തുക എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര തുക എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലി ചെയ്യാതെ ജീവിക്കാം എന്നുള്ളത്. ഇതിനെ നമുക്ക് ഫ്രീഡം നമ്പർ എന്ന് വിളിക്കാം. അപ്പൊ ഈ ഒരു ഫ്രീഡം നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. എന്നിട്ട് ഈ ഫ്രീഡം നമ്പർ എത്തണമെങ്കിൽ എത്ര പൈസ ഞാൻ മാസം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എപ്പോൾ ഫ്രീഡം വേണം എന്ന് തീരുമാനിക്കണം. ഞാൻ ഒരു 15 കൊല്ലമൊക്കെ ജോലി ചെയ്യാം. അപ്പൊ ഞാൻ ഒരു 40 വയസ്സ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് അന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ ഈ പ്ലാനിങ്ങിനനുസരിച്ച് മുന്നോട്ട് പോവാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് എപ്പോഴും അതുപോലെ നടക്കണമെന്നില്ല അല്ലെ? ജീവിതത്തിൽ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടായി. 2018, അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി ഒരു 3 വർഷം ആകുമ്പോഴത്തേക്കും ഫാമിലിയിൽ ഒരു മെമ്പറിന് ആക്സിഡന്റ് സംഭവിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഹോസ്പിറ്റൽ ബിൽസ് വരാൻ വേണ്ടി തുടങ്ങി. ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്തുള്ള ബില്ലാണ് വന്നത്. അന്ന് ഹെൽത്ത് ഇൻഷുറൻസ് 2018 ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നുമില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ബില്ല് വരുന്നത് കാണുമ്പോൾ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കയ്യിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ അന്ന് ഒരു 10-12 ലക്ഷം രൂപയുടെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വെച്ച് അടക്കാലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ലോണിന്റെ പിറകെ പോകേണ്ടി വരുമോ, പൈസക്ക് ടെൻഷൻ അടിക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ട് പൈസ അടച്ചു. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് പൈസ അടച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, 3 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തതിൽ 1 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത തുക അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതായിട്ട് വന്നു. അന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാവും. അതായത് അൺപ്ലാൻഡ് ഈവന്റുകൾ ഉണ്ടാവും, അതുപോലെ പ്ലാൻഡ് ആയിട്ടുള്ള ഈവന്റുകൾ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയി നിന്നില്ല എങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മുടെ ഈ ഫ്രീഡം എന്ന് പറയുന്ന ആ സ്വപ്നത്തിലേക്ക് വേണ്ടി വെച്ചിരിക്കുന്ന തുകയെ മാറ്റി ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ ഒരു ഗോൾസിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണുകളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ
നമ്മളുടെ ഈ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇവന്റുകൾ സംഭവിക്കാം എന്നൊക്കെ കരുതിക്കൊണ്ട് ഗോൾസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയത്. അതായത് എനിക്കൊരു കാറ് വാങ്ങണം, കല്യാണത്തിന് ചെലവുകൾ ഉണ്ടാവും, കുട്ടി ജനിക്കുമ്പോൾ ചെലവുകൾ ഉണ്ടാവും, അതുപോലെ വീട് വാങ്ങണം. ഇങ്ങനെ വ്യത്യസ്ത ഗോളുകൾ ഐഡന്റിഫൈ ചെയ്ത് ഏകദേശം എത്ര പൈസ അതിന് വേണ്ടി വരുന്നൊക്കെ കണക്കാക്കി എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് തുക ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ചിലത് ഡൗൺ പേയ്മെന്റ് മാത്രമായിരിക്കും, ചിലത് ഫുൾ പേയ്മെന്റ് ആയിരിക്കും. കാരണം മാരേജിനൊക്കെ ഫുൾ പേയ്മെന്റ് വേണം, വീടിനും കാറിനൊക്കെ ഡൗൺ പേയ്മെന്റ് മതി. അപ്പൊ അത്തരത്തിൽ ലോണിലൊക്കെ എടുക്കാം, ആ ലോൺ ഇതേപോലെ പ്ലാൻ ചെയ്ത് അടച്ചു പോയാൽ മതി. അപ്പൊ അങ്ങനെ 27-ാം വയസ്സിൽ 2019 ഡൗൺ പേയ്മെന്റ് കൊടുത്ത് കാറ് വാങ്ങി. 2019 തന്നെ മാരേജ്, അതിന്റെ എക്സ്പെൻസുകൾ ഇതേപോലെ പ്ലാൻ ചെയ്തെടുത്തു. 2022 30-ാം വയസ്സിൽ സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങി, അതിന് വേണ്ടിയിട്ടുള്ള ഡൗൺ പേയ്മെന്റ് ഇതുപോലെ പ്ലാൻ ചെയ്തെടുത്തു. പിന്നെ ഹൗസിംഗ് ലോൺ എടുത്തു. 31-ാം വയസ്സിൽ 2023 ഒരു കുട്ടി ജനിച്ചു. അപ്പൊ കുട്ടി ജനിക്കുന്നത് അപ്പോഴത്തേക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറി ചാർജസ് ഒക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കവറായി. പക്ഷേ കുട്ടി ജനിച്ചതിന് ശേഷമുള്ള കുറെ ചെലവുകൾ ഉണ്ടല്ലേ, അതായത് കുട്ടിയുടെ 1-ാം വയസ്സിലുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ, അങ്ങനെ കുറെ ഇവന്റുകൾ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തുകയൊക്കെ കണ്ടെത്തി. അപ്പൊ ഈ ഒരു രീതിയിൽ പോയതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ മൈൽ സ്റ്റോണുകളൊക്കെ എനിക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റി, വലിയ ബുദ്ധിമുട്ടില്ലാതെ. അതേ സമയത്ത് എന്റെ ഫ്രീഡം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എനിക്ക് കുഴപ്പമില്ലാതെ പോകാനും വേണ്ടി പറ്റി. കുഴപ്പമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എന്റെ സാലറി ഫിക്സഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് തുക മാറ്റി വെച്ചിട്ട് വേണമായിരുന്നു എനിക്ക് ഈ ഒരു ഗോൾസിനൊക്കെ പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഫ്രീഡത്തിലേക്കുള്ള പൈസ കുറച്ച് കുറഞ്ഞെങ്കിലും ഈ ഒരു ഗോൾസ് ഒക്കെ മീറ്റ് ചെയ്തപ്പോൾ എന്റെ ഫ്രീഡത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റി. അപ്പൊ ഇതിനെയാണ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാനിങ്ങോട് കൂടി പോയതുകൊണ്ട് 40-ാം വയസ്സിൽ എനിക്ക് ആ ഫ്രീഡം എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി പറ്റി. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ചെയ്തത്. അതായത് ആദ്യം എനിക്കൊരു നല്ല പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്റെ പ്രധാനപ്പെട്ട ഫ്യൂച്ചർ മൈൽ സ്റ്റോൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി, ആ പ്ലാനിനനുസരിച്ച് കൃത്യമായിട്ട് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്തത് ഓരോ വർഷവും വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അടുത്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നു. മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി, സ്റ്റോക്ക് മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ പോയി, മ്യൂച്വൽ ഫണ്ട് അതിനനുസരിച്ച് താഴോട്ടും മേലോട്ടും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനൊന്നും എന്നെ ബാധിച്ചില്ല. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് എന്റെ പ്ലാൻ അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനെ ഞാൻ കൺട്രോൾ ചെയ്തു, അല്ലെങ്കിൽ അതിനെ പരമാവധി ലിമിറ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്താ ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം. അതായത് മുന്നേ ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 500-1000 രൂപയ്ക്ക് ഇടയിലുള്ള ഷർട്ടുകളായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ സാലറി ഒക്കെ വർദ്ധിച്ചപ്പോൾ ഞാൻ 1500 രൂപയുടെ ഷർട്ടുകൾ വാങ്ങാൻ തുടങ്ങി. ഇപ്പോൾ 2500-3000 രൂപയുടെ ഷർട്ടുകൾ വാങ്ങാൻ വേണ്ടി തുടങ്ങി. ഇതാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. എന്റെ ജീവിത നിലവാരം ഉയരുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ എന്റെ സാലറി വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട്, എന്റെ ജീവിത നിലവാരം ഉയരുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ വില കൂടിയ ഐറ്റംസ്, എന്റെ എക്സ്പെൻസസും അതിനനുസരിച്ച് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നേ ഞാൻ ട്രെയിനിൽ സ്ലീപ്പറിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തേർഡ് എ സിയിലേക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് എ സിയിലേക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് എ സി വരെ ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ എന്താ ശ്രമിക്കുന്നത്? സെയിം ദൂരത്തേക്കാണ് പോകുന്നത്, സെയിം ട്രെയിനിൽ തന്നെയാണ് പോകുന്നത്, പക്ഷെ ബെറ്റർ കംഫർട്ട്, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തു, കൂടുതൽ പൈസ കൊടുത്തിട്ട് ബെറ്റർ ആയിട്ടുള്ള സീറ്റുകൾ വാങ്ങാൻ വേണ്ടി തുടങ്ങി. ഇതെന്താ? സാലറി വർദ്ധിക്കുന്നതനുസരിച്ച് എന്റെ ചെലവും വർദ്ധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സംഭവത്തെയാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെ പരമാവധി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എന്താ ഈ പരമാവധി കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും 500-1000 രൂപയുടെ ഇടയിലുള്ള ഷർട്ടുകൾ തന്നെയാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം ഇപ്പോഴും സ്ലീപ്പറിൽ തന്നെയാണ് പോകുന്നത്. ചൂട് കാലത്ത് മാത്രം തേർഡ് എ സിയിലെ പോകും, അതിന് മുകളിലേക്ക് പോകാറില്ല. അതുകൊണ്ട് തന്നെ എന്റെ എക്സ്പെൻസസിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ വർഷം കഴിയുമ്പോഴും എന്റെ സാലറി വർദ്ധിക്കുന്നുണ്ട്, എന്റെ എക്സ്പെൻസസും വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ എന്റെ സാലറി വർദ്ധിക്കുന്നതിന്റെ അത്ര എന്റെ എക്സ്പെൻസസ് വർദ്ധിക്കാത്തതുകൊണ്ട് തന്നെ അധികമുള്ള പൈസയെ എനിക്ക് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്ന് എന്റെ സാലറി ഏകദേശം 40% ഞാൻ ഈ ഒരു ഫ്രീഡത്തിലേക്കും മറ്റുമൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ വിവാഹത്തിന് ശേഷം എല്ലാവരും സാധാരണ ചെലവുകൾ കൂടി എന്ന് പറയും. സ്വാഭാവികമായിട്ട് എന്റേതും ചെലവുകൾ കൂടിയിട്ടാണ്. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു വലിയ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ജീവിതത്തിൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, വൈഫ് വരുമാനം ഏൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലൈഫ് എക്സ്പെൻസ് കൂടി, ബട്ട് വരുമാനവും കൂടി, അല്ലെ? അപ്പൊ ആ വൈഫിന്റെ കോൺട്രിബ്യൂഷൻ കൂടി വരുമ്പോൾ, അതായത് എന്റെ പ്ലാൻ ആണ് ഇതുവരെ ഓടിക്കൊണ്ടിരുന്നെങ്കിൽ ഇനി നമ്മുടെ പ്ലാൻ ആണ് ഓടേണ്ടതായിട്ടുള്ളത്. നമ്മുടെ പ്ലാനിൽ രണ്ടുപേരുടെ വരുമാനം വന്നു, ചെലവ് സെയിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ തുക വൈഫ് കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കൂടിയിട്ട് ഫ്രീഡം പ്ലാൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി അടുത്തേക്ക് വന്നു. ഉദാഹരണത്തിന് 40-ാം വയസ്സിൽ എനിക്ക് ആ ഒരു ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു എന്റെ കാൽക്കുലേഷൻ എങ്കിൽ, വൈഫിന്റെ കോൺട്രിബ്യൂഷൻസ് കൂടി വന്നതോട് കൂടിയിട്ട് അത് 38 വയസ്സിലെ അച്ചീവ് ചെയ്യും, ആ ഒരു പർപ്പസ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് എന്റെ ആ ഒരു പ്ലാനിങ് മാറി എന്നുള്ളതാണ്. നിലവിലെ ഏകദേശം 50 ലക്ഷം രൂപയിലധികം ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ഞാനും വൈഫും കൂടിയിട്ട് ചെയ്തിട്ട്, അത് കൃത്യമായിട്ടുള്ള ഈ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് സാലറിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതായത്
PF, NPS അതുപോലെ മ്യൂച്വൽ ഫണ്ടിലായിട്ടാണ് ഇത്തരത്തിലുള്ള കോർപ്പസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുക. അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് അടുത്ത മൈൽ സ്റ്റോൺ, അതായത് 1 crore എന്ന് പറഞ്ഞ മൈൽ സ്റ്റോണിലേക്ക്, അതിനുശേഷം 2.5 crore എന്ന് പറയുന്ന ഫ്രീഡം പോയിന്റിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടി പറ്റും. എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, അതിനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്ലാൻ ഇപ്പൊ 10 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ പ്ലാനിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതിനനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നതുള്ളത്. അപ്പൊ എൻ്റെ ഈ ഒരു ലൈഫ് ജേണിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ലൈഫ് ജേണിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് എന്ന് പറയുന്നത്, നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ സാലറിയിൽ നിന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കൂടാതെ കൺസിസ്റ്റന്റ് ആയിട്ട് പേഷ്യന്റോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം കൺസിസ്റ്റൻസി അതുപോലെ തന്നെ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മാർക്കറ്റുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ് മിക്കവാറും ഇൻവെസ്റ്റ്മെന്റ്സ്. ഇപ്പോൾ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് കോവിഡിന്റെ സമയത്ത് എന്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഏകദേശം 25% വരെ താഴോട്ട് പോയിട്ടായിരുന്നു. അയ്യോ എന്റെ പൈസ എല്ലാം പോയേ എന്ന് പറഞ്ഞ് അന്ന് ഞാൻ ഈ ഒരു തുകയൊക്കെ പിൻവലിക്കാനാണ് പോയതെങ്കിൽ സംഭവം ഇന്ന് ഇന്ന് നിങ്ങളോട് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്ന ഞാൻ ഉണ്ടാവില്ലായിരുന്നു. കാരണം അന്ന് ആ സമാധാനത്തോടെ ഞാൻ എൻ്റെ പ്ലാനിനനുസരിച്ച് മുന്നോട്ട് പോയത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഒരു രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാനോട് കൂടി അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, എത്ര സാലറി കുറഞ്ഞ ആളാണെങ്കിലും എത്ര സാലറി കൂടിയ ആളാണെങ്കിലും നിങ്ങളുടെ ഫ്രീഡം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്റെ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് ചിലവർക്ക് തോന്നുന്നുണ്ടാവും. കാരണം ഇദ്ദേഹത്തിന് ഭയങ്കര ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളത്. ഓർത്തു വെക്കുക, ഇതൊരു ഭാഗ്യത്തിന്റെ അല്ല. ഞാൻ വളരെ നേരത്തെ അത് പ്ലാൻ ചെയ്യാൻ തുടങ്ങി, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. പലപ്പോഴും എന്റെ പ്രായത്തിലോ അല്ല എന്റെ പ്രായത്തിന് ശേഷമുള്ള പല ആൾക്കാരും ഈ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഇത് കേൾക്കുന്നത്, അല്ലെങ്കിൽ 2 വർഷം മുന്നേ ആയിരിക്കും ഇത് കേട്ടിട്ടുണ്ടാവുക. കാരണം ടൈം അത്രയും പോയി. പക്ഷെ ഞാനിത് നേരത്തെ തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യങ് സാലറിഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനോട്, 20, 25, 30 വയസ്സിൽ താഴെയൊക്കെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര നേരത്തെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുമോ അത്ര നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഫ്രീഡം എന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ മൈൽ സ്റ്റോൺ സമാധാനത്തോടുകൂടി പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ സിസ്റ്ററിന് ആദ്യമായിട്ട് ജോലി കിട്ടിയപ്പോൾ അവളുടെ സാലറി കിട്ടിയ ദിവസം അവളുടെ കൂടെ ഇരുന്ന് 2 മണിക്കൂർ എടുത്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൊടുത്തു. കൃത്യമായിട്ട് ഒരു ഷീറ്റ് ഉണ്ടാക്കി കൊടുത്തു, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഓപ്പസ് ബിൽഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ്. അവൾ അന്ന് മുതൽ അവളുടെ എക്സ്പെൻസസിന് വേണ്ടിയുള്ള തുക മാത്രം അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത് ബാക്കിയുള്ള തുക ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. 2 വർഷം കൊണ്ട് അവർക്ക് 5 ലക്ഷം രൂപയിലധികം കോപ്പസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇപ്പൊ 3 വർഷത്തോളം ആകുമ്പോഴത്തേക്ക് ഏകദേശം 7.5 ലക്ഷം രൂപയോളം കോപ്പസ് അവർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അടുത്തത് എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. ഫ്രണ്ടിനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 7 വർഷമായി വർക്ക് ചെയ്യുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു കോപ്പസും ഇല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. കാരണം സാലറിയിൽ വരുന്ന എക്സസ് എമൗണ്ട്, അതായത് ചിലവൊക്കെ കഴിഞ്ഞുള്ള പൈസ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബോണസും അല്ലെങ്കിൽ പെർഫോമൻസ് റിലേറ്റഡ് പേ ഒക്കെ അക്കൗണ്ടിൽ വരുന്നുണ്ട്, തുകയുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് 2 ഹോബീസ് ഉണ്ടായിരുന്നു. ഒന്ന് ട്രാവലിംഗ് ആയിരുന്നു, രണ്ടാമത്തത് ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റഡ് ആകുമ്പോൾ ക്യാമറാസ് വാങ്ങും, പുതിയ ഗിയേഴ്സ് വാങ്ങും, അതുപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യും, ലെൻസസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യും. അപ്പൊ ഇതിനൊക്കെ ചെലവ് വരും. അപ്പൊ ഈ ഒരു പൈസയൊക്കെ ഈ എക്സസ് പൈസയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അക്കൗണ്ടിലുള്ള പൈസ ഉപയോഗിച്ച് ഇത് ചെയ്യും. ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ട്രാവലിംഗ് ഒക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ അതൊക്കെ ഒരു ഗോൾസ് ആണ്. ഫ്രീഡവും മറ്റൊരു ഗോളാണ്. അപ്പൊ ഫ്രീഡത്തെ മറന്നുകൊണ്ട് നമ്മൾ ആ ഒരു മറ്റു ഗോൾസിന് വേണ്ടി മാത്രമായിട്ട് പണം ചെലവഴിക്കുന്നത് ശരിയല്ല. അപ്പോൾ എത്രയാണ് വെക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാവലിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യാണെന്ന് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ക്യാമറ ഗിയേഴ്സിന് വേണ്ടിയിട്ട് എത്ര വേണമെന്ന് പ്ലാൻ ചെയ്യുക, ഫ്രീഡത്തിന് വേണ്ടിയും പ്ലാൻ ചെയ്യുക. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ച് ഗോൾസിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് തുക ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ഇന്ന് അദ്ദേഹത്തിന് നല്ലൊരു പർപ്പസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ മറ്റു ഗോൾസും കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു യങ് ആയിട്ടുള്ള ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സാലറി കുറവാണെങ്കിലും ഇത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാലറി കുറവാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആകെ ഇത്രയും സാലറി കിട്ടുന്നുള്ളൂ, അത് തന്നെ ചെലവിന് തികയുന്നില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രീഡത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന സാലറി എത്രയായാലും ആ സാലറി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഫുൾ എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ ചെലവാക്കിയിരിക്കും എന്നുള്ളതാണ്. എൻ്റെ ലൈഫിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ സാലറി കിട്ടിയ ദിവസങ്ങളിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, സെയിം സംഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്കും സംഭവിക്കുന്നത്. പക്ഷെ വൺസ് നമ്മളുടെ എക്സ്പെൻസസ് മിനിമൈസ് ചെയ്ത് കുറച്ചുകൊണ്ട് എക്സസ് ഉള്ള പൈസയെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായി മാറും. പിന്നെ നമ്മൾ എക്സ്പെൻസസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പർച്ചേസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാത്തത്രയും കാലം നമ്മുടെ കയ്യിൽ പൈസയൊന്നും നിൽക്കുകയില്ല എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, സാലറി നിങ്ങൾക്ക് നല്ല കംഫർട്ട് ചെയ്യും. എനിക്ക് നല്ല സാലറി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഇത്ര പൈസ വരുന്നുണ്ട് 1-ാം തീയതി, അത് എനിക്ക് വലിയ സമാധാനമാണ്, അല്ലെങ്കിൽ അത് ലൈഫ് ലോങ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. വൺസ് ഒരു സാലറി നിന്നു, ഉദാഹരണത്തിന് നിങ്ങൾ റിട്ടയർമെന്റ് ആയി,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏജ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങളുടെ അതുവരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് കോപ്പസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവും എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതാണ് നിങ്ങൾക്ക് ഫ്രീഡം നൽകുന്നത്. അപ്പോൾ ഈ ഫ്രീഡം എന്ന് പറയുമ്പോൾ ചിലവർ ചിന്തിക്കുന്നുണ്ടാവും ജോലി ചെയ്യാതിരിക്കുന്നതാണോ ഉള്ളത്. അത് തുടക്കത്തിലുള്ള ഐഡിയ ആണ്. ഇന്ന് ഫ്രീഡം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ ആണ്. കാരണം നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം. 9 to 5 ജോബിന് പോകണമെന്നില്ല, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എനിക്ക് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഇഷ്ടമാണ്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ഒരു കോപ്പസ് നമുക്ക് നൽകുന്നതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. ഇന്ന് നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ഫാമിലി ലൈഫും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡവും ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ ലൈഫ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലൈഫ് പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് എൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ അറിവുകളും ഒക്കെ വെച്ച് ഞാൻ പരമാവധി നിങ്ങളെ സഹായിക്കാവുന്നതാണ്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ദ പ്ലാൻ ലൈഫ് എന്ന് പറയുന്ന പേജ് ഫോളോ ചെയ്യുക. അതിനുശേഷം അതിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതിയാകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻസ്പയറിംഗ് ആയിരിക്കും. ഈ ഒരു പ്ലാനിങ്ങിന്റെയും അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെയും ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് മുന്നോട്ട് പറഞ്ഞിരുന്നത്. പ്യുവർലി സാലറി ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് കോപ്പസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഫ്രീഡം എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതിനൊരു ഉദാഹരണമാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഞാൻ എന്ന് പറയുന്നത്. ഈ ഒരു ചാനലിലൂടെ ഞാൻ ഇത്തരത്തിലുള്ള എൻ്റെ ലൈഫ് സ്റ്റോറി അതുപോലെ എൻ്റെ എക്സ്പീരിയൻസസ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിങ്ങൾക്ക് ഒരുപാട് ഇൻപുട്ടുകളായിരിക്കും നൽകുന്നതായിട്ടുള്ളത്. ഈ ഒരു ഏരിയാസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈഫ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.